തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഗർഭം കലക്കലാണ്. അതോടൊപ്പം തന്നെ ലൈംഗിക ആരോപണങ്ങളും. സ്വർണ്ണക്കടത്ത് ബന്ധപ്പെട്ട കേസുകളൊന്നും ചർച്ചയേ ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോൾ ഗർഭം കലക്കും ഗർഭം ഉണ്ടാക്കലുമൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പൊതുസമൂഹത്തിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുകയും ഭരണപക്ഷത്തെ ഈ സ്വർണ്ണക്കൊള്ള വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ ഭരണകക്ഷിക്കെതിരെയും പ്രമുഖ വ്യക്തികൾക്കെതിരെയും ഒക്കെ തന്നെ മുൻപ് ഉയർന്നിട്ടുള്ളതും ശ്രദ്ധേയമായ മറ്റു ചില കേസുകളും ആരോപണങ്ങളും ഒക്കെ തന്നെ വീണ്ടും സജീവ ചർച്ചാ വിഷയമാവുകയാണ്. അത് സ്വാഭാവികമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വിഷയത്തിൽ നിന്ന് പൊതു ശ്രദ്ധ വ്യതിചലിപ്പിക്കാനുള്ള തന്ത്രമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം ചില രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകന് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗവുമായിട്ടുള്ള PM മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ഒരു പഴയ നിയമപരമായിട്ടുള്ള കേസ് അതിപ്പോൾ വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 2015 അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഡോക്ടർ സമീഹ സൈദുലി മുഹമ്മദ് റിയാസിനെതിരെ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഹർജി ഫയൽ ചെയ്തിരുന്നു. വിവാഹബന്ധം നിലനിൽക്കെ വർഷങ്ങളോളം താൻ കടുത്ത ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചുവെന്നും മക്കളെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ തന്നെ നിലനിൽക്കുന്നുവെന്നും ഹർജിയിൽ അവർ ശക്തമായി വാദിച്ചിരുന്നു.